ഞാനിന്ന് നിൽക്കുന്നത് മലപ്പുറം പനങ്ങാങ്ങരയിലാണ്. പനങ്ങാങ്ങരയിലുള്ള കിയ ഷോറൂമിലാണ് നിൽക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് ഈ സെഗ്മെൻറ്റിലെ, അതായത് ഈ 7 സീരീസ് സെഗ്മെൻറ്റിലെ ഏറ്റവും ബെസ്റ്റ് വെഹിക്കിളായ കാരൻസ് ആണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാരൻസിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയും ഗുണങ്ങളെ പറ്റിയുമാണ്. നമുക്ക് വീഡിയോയോട്ട് കിടക്കാം. ഹായ്, ഞാൻ ഷിജിൻ, മലപ്പുറം DKHKയിൽ ഷോറൂമിൽ ടീം ലീഡറാണ്. കാരൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് കാരൻസ് എന്നുള്ള ഈ ഒരു വെഹിക്കിളാണ്. അപ്പോൾ ഈ വാഹനത്തിനെക്കുറിച്ചുള്ള ഫീച്ചേഴ്സ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ നമുക്ക് കഴിയുന്നതാണ്. മിനിയാന്നാണ് ഞാൻ DKHലെ മാർക്കറ്റിംഗ് ഹെഡിന് വിളിക്കുന്നത്. ലിബിൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ കാറ് വാങ്ങാൻ അല്ലാതിരുന്നിട്ട് കൂടി എന്നോട് ഭയങ്കര പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു കാറ് വാങ്ങാൻ പോകുന്ന നിങ്ങളോട് അവരെങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത്. ഭയങ്കര പ്രൊഫഷണലാണ്, ഭയങ്കര കൂളാണ്, ഭയങ്കര ക്ലാരിറ്റി ഉണ്ട് ഇവരുടെ എല്ലാ ഡീലിങ്സിലും. അപ്പം DKH എന്തായാലും നിങ്ങൾക്ക് ആ ഒരു പ്രൊഫഷണൽ അഷുറൻസ് എനിക്ക് തരാൻ പറ്റും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. കാരൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് LED DRL ഉണ്ട്, LED ഹെഡ്ലൈറ്റ് ഉണ്ട്. ഇതിൻ്റെ ടേൺ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഈ DRLലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ പറയാനുള്ള എനിക്ക് ഡിജിറ്റൽ റേഡിയൽ ഈ ഒരു ഹെഡ് പോർഷനാണ്. ഓക്കെ, ഇത്രയും സിമ്പിളായിട്ടും എലഗൻ്റായിട്ടും ഡിസൈൻ ചെയ്തൊരു 7 സീറ്റർ വെഹിക്കിൾ അല്ലെങ്കിൽ ഏതൊരു വെഹിക്കിളും ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ പല കാറുകൾക്കും ഫ്രണ്ടിൽ സെൻസേഴ്സ് ഇല്ല. ഓക്കെ, പക്ഷേ കാരൻസിന് അതിൻ്റെ ഏറ്റവും ബേസ് മോഡലായ പ്രീമിയത്തിന് ഒഴിച്ച് ബാക്കി എല്ലാ മോഡൽസിനും 4 പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്, ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. ഈ 7 സീറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് 4540 മില്ലിമീറ്ററാണ്. വീൽ ബേസ് വരുന്നത് 2780 മില്ലിമീറ്ററാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും വലിയ വീൽ ബേസുള്ള വേറൊരു കാറില്ല. എൻ്റെ സൈഡിലുള്ള കാറ് ഒരു ടോപ്പ് ആൻഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. ഓക്കെ, ഇതിൻ്റെ വീല് വരുന്നത് 16 ഇഞ്ച് വീലാണ്. ലോ വേർഷനോട്ട് പോകുമ്പോൾ 15 ഇഞ്ച് ആവും. ഇതിന് എല്ലാ ടയേഴ്സിനും ഡിസ്ക് ബ്രേക്ക് ഉണ്ട് വിത്ത് ABS ആൻഡ് EBD. പിന്നെ ഇപ്പോൾ എല്ലാ കാറിലുള്ള പോലെ തന്നെ ഇതിനും മിറേഴ്സ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റഡ് ആൻഡ് ഫോൾഡബിൾ ആണ്. പിന്നെ ഇതിന് ആകപ്പാടെയുള്ളൊരു കുറവായിട്ട് ഞാൻ കാണുന്നത് 360 ക്യാമറ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ബാക്കി ഫീച്ചേഴ്സും കൂടെ നോക്കാം. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് കാരൻസിനാണ്. 195 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഈ ഒരു വെഹിക്കിളിന് MPVയേക്കാളും SUVയേക്കാളും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് നമ്മൾ റിക്രിയേഷണൽ വെഹിക്കിൾ അല്ലെങ്കിൽ RV എന്നാണ് ഇപ്പം സെഗ്മെൻ്റായിട്ട് കണക്ക് കൂട്ടുന്നത്. ഇതിൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ഡിസൈനാണ്. ഇപ്പോൾ കാണുന്ന ട്രെൻഡ് എന്ന് വെച്ചാൽ കിയയുടെ എല്ലാ വെഹിക്കിളിൻ്റെയും ടെയിൽ ലാമ്പ് ഏകദേശം ഒരേപോലെ വരുന്നുണ്ട്. കിയയുടെ എല്ലാ വെഹിക്കിൾസിലും ഉള്ളതുപോലെ തന്നെ വാഷറുണ്ട്, മുകളിൽ വൈപ്പറുണ്ട്, ഡീഫോഗറുണ്ട്, ഷാർക്ക് ഫിൻ ആൻറ്റിന ഉണ്ട്. പിന്നെ നമുക്കിതിൻ്റെ 360 ക്യാമറ ഇവിടെയുണ്ട്. ഈ ഒരു കാരൻസിന് 3 ടൈപ്പ് ഓഫ് എഞ്ചിനുകളുണ്ട്. എല്ലാം 1.5 ലിറ്റർ എഞ്ചിനുകളാണ്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്, പെട്രോൾ എഞ്ചിൻ. അതിന് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ. രണ്ടാമത് വരുന്നത് ടർബോ പെട്രോൾ എഞ്ചിനാണ്. അതിന് DCT ഉണ്ട്, IMT ഉണ്ട്. ഓക്കെ, അതിൽ മാനുവൽ ട്രാൻസ്മിഷൻ ഇല്ല. മൂന്നാമത് വരുന്നത് ഡീസൽ എഞ്ചിനാണ്. അതിന് മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ട്, IMT ഉണ്ട്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ട്. ഇഷ്ടപ്പെട്ട എഞ്ചിൻ കൺവീനിയൻസ് അനുസരിച്ചും മൈലേജിനനുസരിച്ചും ബഡ്ജറ്റിനനുസരിച്ചും സെലക്ട് ചെയ്യാം. ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ എനിക്ക് നല്ലൊരു ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് കാണാൻ കഴിയും. ഓക്കെ, പിന്നെ നമ്മൾ കൺവെൻഷനലി കാണാറുള്ള ഡാഷ് അല്ല കാരൻസിനുള്ളത്. പെട്ടെന്നൊരു സഡൻ കട്ട് വന്നിട്ട് ഒരു ഫ്ലാറ്റ് മൗണ്ടാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ പ്ലാസ്റ്റിക്കിന് എനിക്ക് ശരിക്കും ഒരു ബ്ലൂവിൻ്റെ ടിൻ്റാണ്, ആക്ച്വലി ബ്ലാക്ക് അല്ല കേട്ടോ ഈ പ്ലാസ്റ്റിക് വരുന്നത്. ഒരു ബ്ലൂ ടിൻറ്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് ഇതിന് ടോപ്പിലും സൈഡിലെല്ലാം വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ഡീകട്ട് നോർമൽ കിയയുടെ സ്റ്റിയറിംഗ് വീല് കാണാൻ കഴിയും. പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു പോളിഷ്ഡ് ബ്ലാക്ക് ഫിനിഷാണ് ഇവിടെ ഉള്ളത്, കുറച്ച് ഗ്ലോസിയാണിത്. ഇത് 10 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. പിന്നെ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സിൽവർ ലൈൻ പോകുന്നതുണ്ടോ, ആ സിൽവർ ലൈൻ നമ്മളുടെ AC കൺട്രോൾസിൻ്റെ, അതായത് വെൻറ്റ് കൺട്രോളിൻ്റെ ഭാഗം തന്നെയാണ്. ACയുടെ ഫാനിൻ്റെ സ്പീഡും ACയുടെ ടെമ്പറേച്ചറും കൺട്രോൾ ചെയ്യാൻ പറ്റിയ 1 ടച്ച് കൺട്രോൾ കാണാൻ കഴിയും. ഇത് ഭയങ്കര യൂട്ടിലിറ്റി വരുന്ന സാധനമാണ്. കാരണം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര അങ്ങോട്ട് കണ്ണെടുക്കാത്ത നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് നമ്മളുടെ ഈ ഒരു സീറ്റ് വെൻറ്റിലേഷനാണ്. നമുക്ക് പാസഞ്ചർ സൈഡും ഡ്രൈവർ സൈഡിലും സീറ്റ് വെൻറ്റിലേഷൻ ഉണ്ട്. പിന്നെ ഇതിന് വരുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഹിൽ ഹോൾഡ് അസിസ്റ്റാണ്. ഓക്കെ, ഡൗൺ ഹിൽ ഹോൾഡ് അസിസ്റ്റ്. നമുക്ക് മാനുവൽ ട്രാൻസ്മിഷനാണ് ഈ ഒരു വെഹിക്കിൾ. ഈ ഒരു വെഹിക്കിളിന് പോലും ഈ ഒരു ഡൗൺ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, നമുക്ക് അപ്പം 7 സീറ്ററൊക്കെ ഏത് ടെറൈനിലും കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ധൈര്യം അവർ തരുന്നുണ്ട് ഡൗൺ ഹിൽ ഹോൾഡ് അസിസ്റ്റൊക്കെ കൊടുത്തിട്ട്. പിന്നെ ഇവിടെ നമുക്കൊരു Type C ചാർജിങ് പോർട്ട് ഉണ്ട്, ഒരു C ഉണ്ട്, പിന്നെ 12 വോൾട്ട് 120 വാട്ടിൻ്റെ
കണക്ടറും ഉണ്ട് ഇവിടെ. പിന്നെ നമുക്കിവിടെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസറിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. ഇവിടെ റിയർ പാർക്കിംഗ് ക്യാമറയുടെ ഒരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഉപയോഗത്തിനനുസരിച്ച് നമുക്ക് ഈ സ്വിച്ച് വെച്ചിട്ട് എല്ലാ വ്യൂസും കാണാൻ കഴിയും. പിന്നെ നമുക്കിവിടെ ഒരു വയർലെസ് ചാർജിങ് സ്പേസ് ഉണ്ട്. ഒരു സ്പെഷ്യൽ ഫീച്ചറായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഗ്ലൗ ബോക്സിനകത്ത് AC-യുടെ വെൻ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് തണുപ്പിക്കാനും ഉപകാരപ്പെടും. പിന്നെ ഇവിടെ വരുന്നത് ഇവിടെ ഒരു സ്പെഷ്യൽ ട്രേ ഉണ്ട് കേട്ടോ. അതായത് 2 ലെവലിലായിട്ട് നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ ട്രേ വെച്ച് അതിൻ്റെ മുകളിലും വയ്ക്കാം, ഇതിൻ്റെ അടിയിലും വയ്ക്കാം. കാരൻസിനുള്ള വേറൊരു ഫീച്ചർ എന്ന് വെച്ചാൽ നമുക്കൊരു ഓട്ടോമാറ്റിക് സെൻസേർഡ് വൈപ്പർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ എക്സ്ലൈൻ വേർഷനിൽ നമുക്കിവിടെ ഡാഷ് ക്യാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഈ ഒരു സിംഗിൾ പെയിൻ സൺറൂഫാണ്. എല്ലാ കാര്യത്തിനും ഒരു പ്രാക്ടിക്കാലിറ്റി എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ഫാമിലിക്ക് ഭയങ്കര വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ഒരു വെഹിക്കിൾ തന്നെയാണ് കാരൻസ് എന്ന് പറയുന്നത്. ബാക്കിലെ സീറ്റിലോട്ട് കയറുന്നതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ഡോറിൻ്റെ ഫീച്ചറും കൂടെ പറയാം. മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ലോക്ക് അൺലോക്ക്, പിന്നെ 4 ഓട്ടോമാറ്റിക് വിൻഡോ കൺട്രോളും ഇവിടെയുണ്ട്. പിന്നെ ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ 3 ബോട്ടിൽ വെക്കാൻ പറ്റിയ സ്പേസ് അവർ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ്. നമുക്ക് ഈ സൈഡല്ല ആ സൈഡ് കയറാം. അപ്പോൾ നമുക്ക് അവിടെയുള്ള ഒരു ഫീച്ചറും കൂടെ കാണിക്കാൻ കഴിയും. ഈ ഡോറ് വരുമ്പോൾ നമുക്കിവിടെ ഒരു 1 ടച്ച് ടെമ്പിൾ സീറ്റ് കാണാൻ പറ്റും, ഇലക്ട്രിക് ടെമ്പിൾ സീറ്റ്. ഇതിന് ഒറ്റ സ്വിച്ച് അമർത്തിയാൽ തന്നെ നേരെ പോയി ഫോൾഡ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബാക്കിലോട്ട് കയറാൻ കഴിയും. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട്, ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഒരു വെഹിക്കിൾ എന്ന് വെച്ചാൽ ഇന്നോവയാണ് പണ്ട് മുതൽ ഭയങ്കര ഹിറ്റായിട്ടുള്ള വെഹിക്കിൾ. പക്ഷേ അതിൽ കയറുമ്പോഴുള്ള ഒരു കണ്ടീഷൻ എനിക്കിത് ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് കിയയുടെ ഒരു ഇന്നോവേഷനാണിത്. ഇന്നോവേഷനല്ല, ഒരു ആഡ് ഓൺ ഫീച്ചറാണിത്. അവിടെ എല്ലാ വെഹിക്കിളിലും ഈ സ്മാർട്ട് എയർ പ്യൂരിഫയർ കാണാൻ കഴിയും. ഇതൊരു വൈറസ് പ്രൊട്ടക്റ്റഡ് എയർ പ്യൂരിഫയർ ആണ്. ഇവിടെ അതുണ്ട്. ഇവിടെ പിന്നെ വീണ്ടും പ്രാക്ടിക്കാലിറ്റി കാര്യം പറയാം. ഒരു ഫാമിലിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ ട്രേസൊക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ കയറുകയാണെങ്കിൽ, നമ്മൾ പൊതുവേ ഒരു ഫാമിലി എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് പുറത്തുനിന്ന് വാങ്ങി വെക്കാറാണ്. പക്ഷേ അത് കിയ വളരെ സ്മാർട്ടായിട്ട് അവരുടെ കാരൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പറയാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ വേറൊരു സെഗ്മെൻറ്റിലകത്ത് നമുക്ക് ഇൻഡിവിജ്വൽ AC വെൻസ് ഇവിടെ കാണാൻ കഴിയും. ഇവിടെയും അവിടെയും ലൈറ്റ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ AC-യുടെ കൺട്രോൾസ് ഉണ്ട്. പ്ലസ് നമുക്കിവിടെ പോർട്സ് കാണാൻ കഴിയും. പിന്നെ ഞാൻ നേരത്തെ മുന്നിലുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഒരു AC അല്ലെങ്കിൽ തണുപ്പിക്കാൻ പറ്റിയ ഒരു കൂളർ ബോക്സ് നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ ഇവിടെ നമുക്ക് ശരിക്കും ഒരു 2 സീറ്ററായിട്ടോ അല്ലെങ്കിൽ 3 സീറ്ററായിട്ടോ ഇവരുടെ വേരിയൻറ്റുകൾ ലഭ്യമാണ്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഭയങ്കര വൈഡായിട്ടുള്ള ഈ ഒരു സെക്കൻഡ് ഡോറാണ്. ഭയങ്കര വൈഡാണ്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര നന്നായിട്ട് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. ഇപ്പോൾ ഇങ്ങനത്തെ വലിയ വിൻഡോ വരുമ്പോൾ മെയിൻ പ്രശ്നം വരുമെന്ന് വെച്ചാൽ പലപ്പോഴും നല്ല സണ്ണി ഡേയിലൊക്കെ ആണെങ്കിൽ അത്രയും വെയിലകത്തോട്ട് വരും. അതിന് തന്നെയാണ് അവർ ഈ ഒരു സാധനം, ഈ ഒരു ഷെയ്ഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെയും കാരൻസ് പ്രാക്ടിക്കലായി. ഇതിൻ്റെ 3 സീറ്റർ വേരിയൻറ്റിൽ, അതായത് സെക്കൻഡ് സീറ്റിലെ 3 സീറ്റർ വേരിയൻറ്റിൽ ഇവിടെ ഒരു ഹാം റെസ്റ്റും കൂടിയുണ്ട്. നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു സെഗ്മെൻറ്റ് ഇല്ലാത്ത രീതിയിൽ ഇവർ കാര്യം കൂടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ സീറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അപ്പം നമുക്ക് സുഖമായിട്ട് ഇത് മുന്നോട്ടോ ബാക്കോട്ടോ ആക്കിയിട്ട് ബാക്കിലെ ആൾക്ക് ഒന്ന് കംഫർട്ടബിളായിട്ട് ഇരിക്കണമെങ്കിൽ ഈ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഈ 2 സീറ്റിനും നമ്മളുടെ പുഷ് ബാക്കും ഉണ്ട്. അത് ഞാൻ പറയാൻ മറന്നു തോന്നുന്നു. കംഫർട്ട് കൊടുക്കുന്നതിൽ വലിയൊരു കാര്യമാണത്. നമുക്ക് ഇതിൻ്റെ പിന്നിലെ സീറ്റിലോട്ടൊന്ന് പോയി നോക്കാം. ഞാൻ സെക്കൻഡ് സീറ്റിലോന്ന് ഇറങ്ങി പുറത്തെത്തി. ഇനി എനിക്ക് അകത്തോട്ട് വേണമെങ്കിൽ ആ ഭാഗത്ത് പോകണമെന്നില്ല. ഈ ഭാഗത്തും കൂടെ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോളബിൾ ഇല്ലാത്ത ഫോൾഡിങ് സീറ്റ് ഉണ്ട്. അതിന് ഇവിടെ ഒരു ലിവർ ഉണ്ട്. ഇതൊന്ന് ജസ്റ്റ് അമർത്തി കഴിഞ്ഞാൽ അതും ഈസി ആയിട്ട് മുന്നോട്ട് പോകും. നമുക്കൊക്കെ പണ്ടത്തെ കാറുകൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത് അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ വീണ്ടും പ്രാക്ടിക്കാലിറ്റി നോക്കി കാരൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ടിരിക്കും കേട്ടോ. ഇവിടെ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് കയറിയിരിക്കുമ്പോൾ എനിക്കിപ്പോൾ തന്നെ ഭയങ്കര കംഫർട്ടബിളായിട്ടും ഭയങ്കര ഹെഡ് റൂമുള്ള സ്പേസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് എനിക്ക് മുന്നോട്ട് ഭയങ്കര ക്ലിയർലി കാണാൻ പറ്റും. ഈ ഒരു സെഗ്മെൻറ്റിലുള്ള പല കാറുകൾക്കും ഇല്ലാത്തതാണ് ഈ ഒരു വിസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം പക്ഷേ ഈ കാർ കയറുമ്പോൾ എനിക്ക് കംപ്ലീറ്റ്ലി വിസിബിളാണ്. 360 ഡിഗ്രി ഫ്രണ്ട് കാണാൻ പറ്റും, സൈഡ് കാണാൻ പറ്റും. എല്ലാം ഭയങ്കര പ്രാക്ടിക്കലി അവർ സോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് സീറ്റ് കുറച്ചൊന്ന് പുഷ് ചെയ്യണമെങ്കിൽ ഇതാ ഇവിടെ ഒരു സ്വിച്ച് അവർ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ എനിക്ക് റിക്ലൈൻഡ് ആയിട്ടിരിക്കാം. അതും വലിയൊരു ഫീച്ചറാണ്. അപ്പോൾ ടോട്ടൽ ഈ ഒരു കാറ് 7 സീറ്ററാണ്. പക്ഷേ ഇതിൻ്റെ വേരിയൻറ്റ് 6 സീറ്ററിൽ അവൈലബിൾ ആണ്. 6 സീറ്ററാണ് ഗുണം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗ്യാപ്പ് വരും. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഓടിക്കളിക്കാനൊക്കെ ഒരു സൗകര്യം ഈ ഒരു വെഹിക്കിൾ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്കിവിടെ ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും 3rd റോയിൽ വാട്ടർ ഹോൾഡേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ വേറൊരു കാറിലില്ലാത്ത സാധനമാണ്. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ഡോറിൽ അവർ 2 ബോട്ടിൽ വയ്ക്കാൻ പറ്റും. ഇവിടെ വരുമ്പോൾ
അവർക്ക് ഒരു ബോട്ടിൽ വെക്കാൻ പറ്റും, പ്ലസ് ഒരു ബുക്കൊക്കെ ഇവിടെ വെക്കാൻ പറ്റും, ഈസിയായിട്ട് ബുക്കോ ഫോണോ ഒക്കെ. അപ്പോൾ ഏകദേശം ഒരു സൈഡിൽ തന്നെ 3, 2, 1, അതായത് 6 ബോട്ടിൽസ് ഒരു സൈഡിൽ വെക്കാം, 6 ബോട്ടിൽസ് ഈ സൈഡിലും വെക്കാം, ഡോർ സൈഡ് മാത്രം. പിന്നെ നമുക്ക് ആ ഗിയറിൻ്റെ അവിടെ വെക്കാൻ പറ്റും 2 ബോട്ടിൽ. ഓക്കെ, അപ്പം ഭയങ്കരമായിട്ട് ഒരു ഫാമിലിക്ക് വേണ്ടി പ്രാക്ടിക്കലി ഡിസൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തൊരു മോഡലാണ് കാരൻസ് എന്ന് വെച്ചാൽ. അപ്പോൾ ഒരു വലിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ അവർക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ട, ഈ വണ്ടി ഇങ്ങോട്ട് വരെ എടുക്കുക. കാരണം പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും മെറ്റീരിയൽ ക്വാളിറ്റീൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെന്താ ഡിസൈനിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു മോഡലിനെ ബീറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ ഇപ്പോൾ വേറൊരു മോഡലില്ല. ഓഫ് കോഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, പിന്നിലോട്ട് വരുമ്പോൾ 216 ലിറ്റർ സ്പേസ് നമുക്ക് ഇതിൻ്റെ ബാക്കിലുണ്ട്. ഇനിയിപ്പം ബാക്കിൽ ഈ തേർഡ് റോയിൽ ആരും ഇരിക്കാനില്ലെങ്കിൽ ഈ 216 എന്നുള്ളത് 650 വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഭയങ്കര വലിയൊരു സ്റ്റോറേജ് സ്പേസിനാണത്. പിന്നെ നമുക്ക് ഇവരുടെ കണക്കൂട്ടിലില്ലാത്ത ഈ ഒരു ചെറിയ ബോക്സും സ്റ്റോറേജ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. ഓഫ് കോഴ്സ് ഈ ടയർ ഇവിടെ കാണില്ല, അപ്പോൾ ടയർ താഴത്തായിരിക്കും. എന്തായാലും ഇത്രയും സ്മൂത്തായിട്ട് ക്ലീനായിട്ട് ഡിസൈൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്ത വേറൊരു മോഡലില്ല. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് വെച്ചാൽ ഇതിനുള്ള മ്യൂസിക് സിസ്റ്റമാണ്. ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഇവർ കാരൻസിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസൈൻ, പെർഫോമൻസ്, ക്വാളിറ്റി ആൻഡ് സൗണ്ട് ഇതിൽ ഭയങ്കര സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ ഓഫ് കോഴ്സ് ഒരു ബയർ എന്ന നിലയിൽ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത് XL6 ആണ് നെക്സയുടെ. പക്ഷേ അതുമായിട്ട് ഇത് കമ്പയർ വെക്കുമ്പോൾ ഇത് ഫാർ ബെറ്റർ ആണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഞങ്ങളിപ്പം DKHK എന്ന മലപ്പുറത്തേക്കുള്ള റോഡിലാണ് കിടക്കുന്നത്. ഏകദേശം സിറ്റി ട്രാഫിക് പോലെ തന്നെയാണ് കിടക്കുന്നത്. എനിക്കിപ്പോൾ ഡ്രൈവ് ചെയ്ത് തുടങ്ങിയപ്പം 17 km/ലിറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. വലിയൊരു വെഹിക്കിൾ ഓടിക്കുക എന്നുള്ള തോന്നൽ എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇല്ല. ചെറിയ ഹാച്ച് ബാക്ക് ഓടിക്കുന്നതിൻ്റെ അതേ ലാഘവത്തോടു കൂടിയാണ് ഞാനിപ്പോഴും ഓടിക്കുന്നത്. പിന്നെ എൻ്റെ സീറ്റിംഗ് പൊസിഷൻ ഭയങ്കര നല്ലതാണ് കേട്ടോ. എനിക്ക് കുറച്ച് അധികം നേരം ഡ്രൈവ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. സീറ്റൊക്കെ നല്ല കംഫർട്ടബിളാണ്. പിന്നെ നമ്മളുടെ ഇത് വെന്റിലേറ്റർ സീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ചൂടാണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ഇരുന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ബ്ലൂയിഷിൻ്റെ ഡാഷും ഈ പ്ലാസ്റ്റിക്കൊക്കെ എനിക്ക് ഒരു ഹയർ പ്രീമിയം കാറിലോട്ട് കയറിയ എക്സ്പീരിയൻസ് തരുന്നുണ്ട് കേട്ടോ. ഡയലൊന്നും പൊങ്ങി നിൽക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് കംപ്ലീറ്റ് വിസിബിലിറ്റി തരുന്നുണ്ട്. 115 ഹോഴ്സ് പവറേ ഉള്ളൂ എങ്കിലും നല്ലൊരു ഫീൽ എനിക്ക് കിട്ടുന്നത്. ലാഗൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. വണ്ടി ഞാൻ കയറി പോകുന്നുണ്ട്. ഞാൻ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ നോക്കാം. ശരിക്കും നല്ലൊരു കോൺഫിഡൻസോടുകൂടി എനിക്ക് വണ്ടി എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് ബാക്കിലോട്ട് നോക്കിയാൽ മാത്രമേ ഇത് 7 സീറ്ററാണെന്ന് എനിക്ക് തോന്നുള്ളൂ. അല്ല വെച്ചാൽ ഇതൊരു നോർമൽ ഹാച്ച് ബാക്ക് ഓടിക്കുന്ന അതേ ഒരു കംഫർട്ടിൽ എനിക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അല്ല ഇതിൻ്റെ, എനിക്കിതിൽ ആക്ച്വലി റിഫ്ലക്ഷൻസ് ഒന്നും കാണുന്നില്ല കേട്ടോ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇതിൻ്റെ ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഇതിൻ്റെ ആംഗിളോ കൊണ്ടായിരിക്കാം. ഭയങ്കര സ്മൂത്തായിട്ട് എനിക്കെല്ലാം റീച്ചബിൾ ഡിസ്റ്റൻസിലാണ്, എല്ലാം ക്ലിയർ ആണ്. ഫുള്ളി ഡിജിറ്റൽ ഡയലാണ് കേട്ടോ ഇതിന്. ഞാൻ വളരെ റഫായിട്ട് ഓടിച്ച് ഈ വണ്ടി കുറേ ടേൺ എടുത്തു, കുറേ ബ്രേക്ക് ചെയ്തു, കുറേ സ്പീഡ് എടുത്തു, കുറേ സ്ലോയിൽ പോയി. ഇപ്പോൾ എനിക്കിതിൽ ഏകദേശം ഒരു 12 km മൈലേജ് എന്തായാലും ഡയലിൽ കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 50-ലാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിത് 80 എത്താനിതാ ഈ ഒരു സമയമാണ് എടുക്കുന്നത്. ഇപ്പോൾ വീപ്പ് വെക്കും. അപ്പോൾ ഇത്രയും സ്മൂത്തായിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട് വണ്ടി. ഭയങ്കര വാല്യൂ ഫോർ മണി ഉള്ള ഒരു വെഹിക്കിളാണത്. ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ഭയങ്കര പ്രൊഫഷണലായിട്ട് ബിൽഡ് ചെയ്തൊരു വണ്ടി തന്നെയാണ് ഈ പറഞ്ഞ കാരൻസ് എന്ന സാധനം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കംപ്ലീറ്റ്ലി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.